വീണ നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ റാഗിങ് ഒരു തുടർക്കഥയായി തന്നെ നിലനിൽക്കുകയാണ്. അതേ സംബന്ധിച്ച വാർത്തകളാണ് എല്ലാ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു പുതിയ വാർത്ത വരുന്നു. കോഴിക്കോട് നാദാപുരത്തെ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. +1 വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പേരോട് MM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, അവിടെ റാഗിങ് നടന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. നേരത്തെ 4 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആ കേസിന് ബലം നൽകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത് അനഘ? തീർച്ചയായും വിനോദ്, ഈ കോഴിക്കോട് പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് +2 വിദ്യാർത്ഥികളിൽ നിന്ന് റാഗിങ് ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ റാഗിങ് നടന്നിരുന്നത്. ഈ +1 വിദ്യാർത്ഥിയെ ഈ +2 വിദ്യാർത്ഥികൾ പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ ഇത്തരത്തിൽ റാഗ് ചെയ്തിട്ടുണ്ട് എന്ന് ആ +1 വിദ്യാർത്ഥി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഹോട്ടലിന് മുൻവശത്ത് വെച്ച് ഈ വിദ്യാർത്ഥി നിൽക്കുന്ന സമയത്ത് മറ്റ് +2 വിദ്യാർത്ഥികളൊക്കെ അവിടെ എത്തുകയും കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ചും ഈ കുട്ടിയെ ഈ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തിരുന്നു. ഇവർ അന്ന് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ല, താടി കൃത്യമായി വടിച്ചില്ല. ഈ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ +1 വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നത്. ഈ ചുമരിനോട് തല കുത്തിപ്പിടിക്കുകയും ഈ മുഖത്ത് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മർദ്ദനത്തിൽ കുട്ടിയുടെ ചെവിക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. കുട്ടി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പോലീസും ഇക്കാര്യത്തിൽ കൃത്യമായൊരു നടപടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, ഈ കുട്ടികളൊക്കെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരം സ്കൂളുകളിൽ ആന്റി റാഗിംഗ് സ്ക്വാഡുകളടക്കം പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു റാഗിംഗ് കൂടി വരുന്നത് എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഈ കുട്ടിയെ മർദ്ദിക്കുന്ന സ്കൂളുകളിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട്, സ്കൂളിന് പുറത്ത് വെച്ച് മർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ പല സമയങ്ങളിൽ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ പരാതി കൊടുക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു CCTV ദൃശ്യം കൂടിയാണ് വിനോദ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്.